ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിക്കുന്ന ഒരു ദിവസം എന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും എണീറ്റത്. അപ്പോൾ ഫോണിൽ കൂടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു, ഞങ്ങളെത്തി എത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് ഞങ്ങൾ എന്താ പറയുക 5 പേരും 7 പേരല്ല 7 പേര് കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഞാനത് തെറ്റി പറഞ്ഞതാണ്. ഞാനും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ പ്ലാൻ ചെയ്ത് അപ്പോൾ ഡിംപിളും ആൻസനും അവിടുന്ന് കുർബാന കഴിഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു. അപ്പോൾ അവർക്ക് ശരിക്ക് 1.5 മണിക്കൂർ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഡിംപിള് മമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മിയുടെ കൂടെ ഒരു മരിച്ച വീട്ടിലേക്കൊക്കെ പോകേണ്ടി വന്നതാണ്. അപ്പോൾ ഇവർ എത്താനും കുറേ ലേറ്റായെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉച്ചയ്ക്കാണ് എത്തിയത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇവിടെ മണി പ്ലാന്റ് കുറേ ഇലകൾ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് നിൽക്കണമെന്ന്. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് രാവിലെ നോക്കിയപ്പോഴാണ് അത് വീണ്ടും ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് കളഞ്ഞ് വേഗം ഒന്ന് നനയ്ക്കലും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു കേട്ടോ. അങ്ങനെ സാധാരണ ഞാൻ രാവിലെ 10:30 ഒക്കെ കഴിയുമ്പോഴാണ് വീഡിയോ എടുക്കാറ്. ഇന്നും അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നേരം വെളുത്തു ഡാഡിയുടേതായ കാര്യങ്ങൾക്ക് നിൽക്കണു. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഡിവൈൻ്റെ പള്ളിയിൽ നിന്ന് വരും വഴിക്ക് വടയും പിന്നെ ചമ്മന്തിയായിരുന്നു. ഇന്ന് സാമ്പാറും ചട്നിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബീഫുണ്ട്, ചിക്കനുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു അതൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബിസിനസ്സിൻ്റെ ഫോൺ തൊട്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് മറുപടി കണ്ടില്ലെങ്കിൽ വിഷമിക്കരുത്. ഞാൻ ഇങ്ങനെ വിഷമിക്കരുതെന്നല്ല, ദേഷ്യം തോന്നരുത്. ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് പോകുക എന്നുള്ളത് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോണിൽ എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അതായത് രാവിലെ ഇങ്ങനെ വടയും ഇതും കഴിച്ചു. പിന്നെ ഉച്ചയിലത്തേക്കുള്ളത് നമ്മളവിടെ പോകുമ്പോൾ അവിടെ നിന്നാണ്. അപ്പോൾ പട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. കാരണം വരുമ്പോൾ ലേറ്റ് ആയാലോ എന്ന് വെച്ചിട്ട് അവർക്ക് കുറച്ച് സാധനങ്ങളും കുറച്ച് ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇന്ന് പോയി. കാരണം നമ്മളില്ലാത്തപ്പോൾ ഇനിയിപ്പോൾ അതുപോലെ വരുമ്പോൾ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ഷാജു ആശാരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഇടയ്ക്ക് ഇതിലേക്ക് പോകുമ്പോൾ കയറും, ഇങ്ങനെ പുതിയ വർക്കുകളുള്ളത് കാണിച്ചു തരും, വിശേഷങ്ങൾ സംസാരിക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവൻ പോയി. അത് കഴിഞ്ഞ് കുട്ടികൾ കുറച്ച് നേരം മുറ്റത്ത് നിന്ന് കളിച്ച് അപ്പോഴേക്കും ഡിവൈൻ്റെ ചിക്കൻ കാര്യങ്ങളൊക്കെ കഴുകി പാത്രങ്ങളിലാക്കി. അപ്പോൾ എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേഗം പാക്ക് ചെയ്തു. കാരണം നാളെ തിങ്കളാഴ്ച, അതായത് ഇന്ന് തിങ്കളാഴ്ച നല്ല തിരക്കുള്ള ദിവസവും. അപ്പോൾ കണ്ടമാനുണ്ടോ. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് രാത്രി, അതായത് ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. വരുമ്പോൾ ലേറ്റ് ആവും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്നത് വരെ അതുവരെയുള്ള പാക്കും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി ഇത് കത്തിക്കണ സംഭവം പറഞ്ഞപ്പോൾ 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണ് ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് അത്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെ നിന്നു. അപ്പോൾ ഡിവൈൻ കുട്ടികളെയും കൊണ്ട് മുകളിലേക്ക് പോയി അവരെ കുളിപ്പിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ നോക്കിയപ്പോൾ ഇലകളൊക്കെ താഴെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് നല്ലോണം നനച്ചു. കാരണം പുറത്ത് എത്ര മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കാര്യമില്ല. എനിക്ക് നനയ്ക്കേണ്ട പണിക്ക് വലിയ കുറവൊന്നുമില്ല കേട്ടോ. കാരണം ഒക്കെ അകത്തല്ല, ഡ്രസ്സിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും നനയ്ക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഡിവൈന് വാങ്ങിയ സ്കൂട്ടറിൻ്റെ ചാർജറാണ് കേട്ടോ. അപ്പോൾ അത് പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞു, എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊന്ന് നമുക്ക് ഫിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ഞാൻ. അങ്ങനെ ഇവിടെയൊക്കെ അടിച്ച് കഴുകി എനിക്ക് വല്ലപ്പോഴും കിട്ടുന്ന സമയമാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഞാൻ അവിടത്തേക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അകത്തേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞ് അപ്പോൾ ഇന്നലെ ഇട്ട പോലെ തന്നെ കിടക്കുന്നുണ്ട്, ഒന്നും അനങ്ങിയിട്ടില്ല അവർ. കാരണം കുറച്ച് നേരം കളിച്ചിട്ട് 2 പേരും മുകളിലേക്ക് ഡ്രസ്സ് മാറാൻ പോയി. അപ്പോൾ ഞാൻ പതിവുപടി ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് ബാക്കി എന്താ പറയുക മേശപ്പുറം കംപ്ലീറ്റ് ഒതുക്കി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പോകാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതിൻ്റെ ഇടയിൽ എല്ലാവരുടെയും കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. എവിടെ എത്തി, എപ്പോൾ വരും, എങ്ങനെ വരും, ഫുഡ് ഏൽപ്പിച്ചോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അങ്ങനെ ബീഫ് നമ്മൾ സാധാരണ വേവിച്ച് വെക്കാറ് പതിവ്. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം വറ്റിച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വയ്ക്കും, കട്ട്ലേറ്റിലേക്കോ കീമയ്ക്കോ വേണ്ടിയിട്ട്.
അതുപോലെ ബീഫ് ഫ്രൈ ചെയ്യാൻ. ബാക്കിയുള്ള വെള്ളത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. നാളെ അത് പീസ് അങ്ങനെ ഇട്ടിട്ട് വെക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ 11:45 കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ അക്കി 2-3 വട്ടം വിളിച്ചു, എന്തായി, എവിടെയായി, എങ്ങനെയായി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡിംപിളൊക്കെ എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ അവരും ഏകദേശം എത്താറായി. അപ്പോൾ രാവിലെ പള്ളിയിൽ പോയ ഡ്രസ്സൊക്കെ ഞാൻ നീർത്തിയിട്ടു വന്നിട്ട് മടക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഫ്രഷായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പുറപ്പെടാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ബാഗും, അപ്പോൾ ഞാൻ എപ്പോൾ പോകുമ്പോഴും ഒരു വാനിറ്റി ബാഗ് കൈ പിടിക്കും. അതിനകത്ത് വേറെ ഒന്നുമില്ല, ഞാൻ കണ്ണാടയുടെ കവർ വെക്കും, പ്രത്യേകിച്ച് കുട്ടികളുടെ കൂടെ പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ കുളിച്ച് സുന്ദരനായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അവൻ ഇറങ്ങി വന്നപ്പോൾ അവൻ പുതിയ ഡ്രസ്സ് ഇട്ടേക്കണേ. അപ്പോൾ അപ്പാപ്പന് കാണിച്ചു കൊടുക്കാനായിട്ട് ഓടിയേക്കാം. അവൻ അങ്ങനെയാണ്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഡ്രസ്സ് മാറിയാൽ തന്നെ അവനെല്ലാവരെയും കാണിക്കണം. പിന്നെ അവനെ സംബന്ധിച്ച് അവൻ എങ്ങനെ എപ്പോഴും പോകുന്ന ഒരു ആളല്ലല്ലോ, പുറത്തങ്ങനെ പോകാറില്ല, അക്കിയുടെ വീട്ടിലേക്കാണ് പോവുക. അപ്പോൾ തോമും കുളിയൊക്കെ കഴിഞ്ഞ് മിടുക്കനായിട്ട് വന്നേക്കണം. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് എപ്പോഴും 2 പേർക്കും ഒരുപോലെ ഡ്രസ്സ് ഇട്ട് കാണാൻ ഡിവൈന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3-4 പെയറായി ഇങ്ങനെ ഒരേപോലെ ഇടണം. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ അക്കിയുടെ വീട് തൊട്ടടുത്തല്ല. അപ്പോൾ വിളിച്ച് വെച്ചപ്പോൾ ഡിംപിൾ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്കോ, ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ എത്തി അക്കിയെ കണ്ട് എല്ലാവരും അപ്പം ഞങ്ങളാണ് ആദ്യം വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വന്ന വഴിക്ക് അക്കിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കയറുമ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന വന്നു. അപ്പോഴൊക്കെ എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ കുറേ മിസ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ശ്രദ്ധിച്ച് എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അക്കിയുടെ ഡയോണിൻ്റെ വൈഫിന് വീഡിയോസിൽ നിൽക്കുന്നതിൽ തീരെ താല്പര്യമില്ല. അപ്പോൾ പ്രത്യേകം ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും പറയും, എന്നെ കാണിക്കരുതെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഇത്രയും പേരുടെ ഇടയിൽ അത് എടുക്കാണ്ടിരിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കണ്ടു, ഇവിടെ പാച്ചുട്ടൻ ഇന്നലെ ഒരു രാത്രി അപ്പാപ്പനെ ഇന്നലല്ല 2 രാത്രി കാണാണ്ടിരുന്നിട്ടുള്ളൂ. പക്ഷേ ആ 2 രാത്രി കാണാത്തതിൻ്റെ സ്നേഹപ്രകടനമാണ് ഈ കിടന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വന്ന വഴിക്ക് എല്ലാവരും പറഞ്ഞു, വല്ലാണ്ട് ക്ഷീണാവണതിന് മുമ്പ് ഫോട്ടോസ് എടുത്ത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോസ് എഡിറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, എനിക്ക് തോന്നുന്നു ഒരു 1/4-3 മണിക്കൂർ എക്സ്ട്രാ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഞ്ചലിന് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിക്കില്ല എന്നുള്ളത്. അപ്പോൾ അത് മാക്സിമം ഓരോ കൊച്ചു കാര്യങ്ങളും ഞാനത് എന്താ പറയുക റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഓരോ ഫോട്ടോസും എടുത്തത്. അപ്പോൾ അങ്ങനെ എന്നാലും ചിലതിലൊക്കെ ചില നിഴലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏഞ്ചലേ സോറി, കാരണം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികളെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് എനിക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല, അതല്ലെങ്കിൽ ഇമോജീസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേർസിൻ്റെ സെക്ഷൻ തുടങ്ങി. അപ്പോൾ അവരുടേതായ ചിരിയും കളിയും ബഹളവും. അപ്പോൾ ആൻസനും കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 7 വർഷം മുൻപ്, അതായത് നമ്മുടെ ബെന്നുട്ടൻ്റെ മാമോദീസയ്ക്കാണ് ഞങ്ങൾ അവസാനമായിട്ട് എല്ലാവരും ഒന്നിച്ച് ഒരു ആഘോഷം ഉണ്ടായിരുന്നത്. പക്ഷെ അന്നും അന്നയും ഹാരിയും പെട്ടെന്ന് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന്, എന്നാലും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഞങ്ങൾക്ക് അന്ന് പറ്റിയിരുന്നു. പിന്നീട് നമ്മൾ കണ്ടുമുട്ടിയത് ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ മരണ ദിവസമാണ്. പക്ഷേ അന്നത്തെ ദിവസം നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് പരസ്പരം ഒന്നും മിണ്ടാനോ പറയാനോ ഒന്നും ഉള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി സംഗമിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരിക്കൽ അന്ന വരും, അത് കഴിഞ്ഞ് പിന്നെ ഡയോൺ വരും, പിന്നെ ഏഞ്ചലും മോനും വരും. അപ്പോഴും ഡയോണും അന്നയും കണ്ടിട്ട് അന്ന് പറഞ്ഞത് 7 വർഷമായി എന്നാണ് കേട്ടോ. അതായത് ചേച്ചി മരിച്ച സമയത്ത് കണ്ടിട്ടുള്ളതാണ്. പിന്നീട് അവർ തമ്മിൽ കണ്ടിട്ടില്ല. അപ്പം പിന്നെ ഞങ്ങൾ 5 പേര് ഒന്നിച്ചുണ്ടായിരുന്നില്ല എന്നുള്ളത് അറിയാമല്ലോ. അങ്ങനെ 5 പേര് ഒന്നിച്ചു. അപ്പോഴും ഇന്ന് ഒരാൾ കുറവുണ്ട്, റോസിൻ്റെ ഹസ്ബൻഡ് അമൽ, അതായത് തക്കുടുവിൻ്റെ ഡാഡി അപ്പൻ. അപ്പോൾ ആ ഒരു കുറവുണ്ട്. പക്ഷേ എന്താ പറയുക, ചില സമയത്ത് പറയില്ലേ എല്ലാതും അങ്ങോട്ട് 100% ആവില്ല എന്ന്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ശരിക്ക് മറ്റേ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ഉണ്ട്. പക്ഷെ അന്ന് ആൻസൺ ഉണ്ടാവില്ല. ആൻസനോട് മാക്സിമം വരാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പറ്റും തോന്നുന്നില്ല.
എന്നാലും സാരമില്ല, ഇന്നിപ്പോൾ ഒരുവിധം എല്ലാവരും ഒന്നിച്ചു കൂടി. ഇനിയിപ്പോൾ അമൽ അടുത്ത ആഴ്ച വരുമ്പോൾ അമലും ഉണ്ടാവും. എന്നാലും ഇവർ 5 പേര് കൂടിയിട്ട് ഒന്നിക്കണം എന്നുള്ളൊരാഗ്രഹം കുറേ നാളുകളായിട്ടുള്ളതാണ്. അതങ്ങോട്ട് നടന്നു. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും കണ്ടമാനം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതിൽ ഏറ്റവും വിഷമം ഡിവൈൻ്റെ ഫോട്ടോസ് കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മമാരും മക്കളും കൂടിയുള്ള ഫോട്ടോസ് എടുത്തില്ല. അതായത് ഞാനും ചേച്ചിയും ഞങ്ങളുടെ 5 മക്കളും കൂടിയുള്ള ഫോട്ടോ എടുത്തില്ല. സംഭവം എനിക്കും ചേച്ചിക്കും ഓർമ്മ വന്നെങ്കിലും നമ്മളത് മനഃപൂർവ്വം അതങ്ങോട്ട് കണ്ണടച്ച് കളഞ്ഞതാണ്. കാരണം എന്തോ ഞാൻ വിചാരിച്ചു കുർബാന സ്വീകരണത്തിൻ്റെ അന്ന് എടുക്കാം. ആദ്യമായിട്ടാണ് ചേച്ചി ഇല്ലാണ്ട് ഒരു പരിപാടി. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ഒരു വിഷമം മനസ്സിലുണ്ട്. പക്ഷെ നമ്മളത് കാണിച്ചില്ല. കാരണം നമ്മളെക്കാളും വിഷമം എല്ലാവർക്കും അത് നല്ലോണം ഓർമ്മയുണ്ട്. അപ്പോൾ അത് വെറുതെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെ ഒരു അവസരത്തിന് നിന്നില്ല കേട്ടോ. ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ അത് ഇനി കുർബാന സ്വീകരണത്തിൻ്റെ അന്ന് വേണം ഞാനും അക്കിയും 5 മക്കളും കൂടിയിട്ടുള്ള ഫോട്ടോ എടുക്കാനായിട്ട്. കാരണം ഇന്ന് വരെ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. ഞങ്ങൾ 3 പെൺമക്കളും ഞങ്ങളുടെ മക്കളും കൂടിയിട്ടുള്ള ഫോട്ടോസാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഊണ് കഴിഞ്ഞപ്പോൾ ഇവിടെ വെൽച്ചേച്ചി, ഞാൻ മൂത്ത ചേച്ചീനെ വെൽച്ചേച്ചി എന്നാണ് വിളിക്കാം. വെൽച്ചേച്ചി പണ്ട് തൊട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികൾക്ക് വാരി കൊടുക്കും. റോസയ്ക്ക് അന്നയൊക്കെ പ്രചോദിയിൽ പോയിരുന്ന സമയത്ത് അടക്കം, പ്രചോദിയല്ല സഹൃദയിൽ അവിടുത്തെ ചൊടിയായിരുന്നു കേട്ടോ അന്ന. എനിക്ക് തെറ്റി പറഞ്ഞു. പ്രചോദി നമ്മുടെ ഡയോൻ്റെ സ്ഥലമാണ്. അപ്പോൾ നമ്മളുടെ ചേച്ചി പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചേച്ചി ഇങ്ങനെ എത്ര വലിയ മക്കളായാലും കല്യാണം കഴിച്ചു കൊടുത്തിട്ടായാലും ഇങ്ങനെ ചോറ് വാരി കൊടുക്കുക ചെയ്യുക. ആ ഒരു ശീലം ഞാൻ ഇന്ന് പറഞ്ഞു റോസയ്ക്കാണ് കിട്ടിയേക്കണത്. റോസ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും നിരത്തി ഇങ്ങനെ വാരി കൊടുക്കും ചോറ് കേട്ടോ. അപ്പോൾ ഇന്ന് പാച്ചു അതെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാരി കഴിച്ചു. ആൻഡ്രൂവും ഗബ്രുവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്ത് സുഖമായിട്ട് കുട്ടികളുടെയൊക്കെ വയറ് നിറഞ്ഞതിന് ശേഷം ഞങ്ങൾ സെക്കൻഡ് ട്രിപ്പ് ഇരുന്നു കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ഒരു കൂട്ടരായിരുന്നു, സെക്കൻഡ് ട്രിപ്പ് ഞങ്ങളങ്ങനെ ഇരുന്നു. ഞങ്ങൾ പെൺകുട്ടികളെല്ലാവരും ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് കുട്ടികളുടെ കളി. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ സെഷനിൽ ചാക്കോച്ചനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ ഒന്ന് ഉറക്കക്ഷീണത്തിലും അതിൻ്റേതായ ഒരു വിഷമത്തിലായിരുന്നു കേട്ടോ. ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചാക്കോ ഉണ്ടായിരുന്നില്ല പുറത്ത് ഫോട്ടോസ് എടുക്കുമ്പോൾ. അപ്പോഴേക്കും അവൻ ഉറങ്ങി എണീറ്റ് വന്ന് അവൻ ഡബിൾ ഉഷാറായി. അപ്പോൾ പാച്ചു ദേ അപ്പുറത്തുണ്ട്, അങ്ങോട്ട് നീങ്ങിയേക്കാം, ഇനി കുറച്ച് കഴിയുമ്പോൾ വരും. അങ്ങനെ 7 പേരാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ 7 പിള്ളേരാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഞാനെപ്പോഴും ഇന്നും പറഞ്ഞു അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 3 പെൺകുട്ടികളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ചേച്ചിക്ക് റോസയാണ് ആദ്യം ഉണ്ടായത്, പിന്നീടാണ് ഡോൺ ഉണ്ടായത്. അപ്പോൾ റോസയും കൂടി പെൺകുട്ടിയായിട്ട്, അതായത് ആദ്യത്തെ പേരക്കുട്ടിയാണ്. പിന്നെ സമയം കെടുക്കുന്നുണ്ട്, പക്ഷേ ഉണ്ടായിട്ട് പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി കരഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു ആ കരഞ്ഞ അമ്മച്ചി അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഒരു പെൺതരി പോലും ഇതിലില്ല. 7 ആൺമക്കളാണ്. അത് ഏത് പ്രായം വേണമെങ്കിൽ ഉണ്ട് എന്ന് പറയും ഞാൻ. തക്കുടുവാണ് മൂത്തത്, ഇപ്പോൾ 10th കഴിഞ്ഞു അവൻ. അടുത്ത ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ചാക്കോച്ചൻ, 1.25 വയസ്സ്. ഇതിൻ്റെ ഇടയിലാണ് ബാക്കി ഈ 5 പേരും, അങ്ങനെ 7 പേരാണ്. അപ്പം ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഉള്ളതാണ് ഈ ഒരു ആഗ്രഹം. അപ്പോൾ പിള്ളേർസ് 7 പേരായിട്ട് ഇന്നാൾ എനിക്ക് തോന്നുന്നു ഓണത്തിന് അങ്ങോട്ട് ഏതോ ഒരു സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവർ 5 പേരാണ് ഒക്കാണ്ടിരുന്നിരുന്നത് കേട്ടോ. അങ്ങനെ 7 പേരും ഞങ്ങളെല്ലാവരും ഇതായിരുന്ന വർത്താനം പറഞ്ഞ് കുറേ ചിരിയും ബഹളവും കളിയും കാര്യവും ഒക്കെ പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇന്ന് റോസയ്ക്ക് തിരിച്ച് എറണാകുളത്തേക്ക് പോകണം. അപ്പോൾ ഇവർ മെയിനായിട്ട് എല്ലാവരും കൂടിയിട്ടുള്ളത് അന്നയുടെ മോൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ്. അപ്പോൾ അത് അടുത്ത ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒത്തുചേരാനായിട്ടാണ് എല്ലാവരും ഇപ്പോൾ ഈ സമയത്ത് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അന്നയ്ക്ക് വളരെ കുറച്ച് ദിവസമുള്ളൂ ലീവ്. ഹാരിയും മക്കളും കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണ് ഇപ്പോൾ അന്നയുടെ മടിയിലിരിക്കുന്നവനാണ് ആൻഡ്രൂ. അവനാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, യൂട്യൂബും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ കാര്യമായിട്ട് അവനെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ മോനെ ഞാൻ എന്ത് തന്നെയായാലും കാണിക്കുമെന്ന്. കാരണം ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവർക്കത് അവരുടെ മനസ്സിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അവൻ്റെ ഒരു ആഗ്രഹമാണ് യൂട്യൂബിൽ കാണുക എന്നുള്ളത്, അല്ലെങ്കിൽ അവന് ഇഷ്ടമാണ് യൂട്യൂബർ ആവുക എന്നുള്ളത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു മോനെ മേമ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വസന്തേച്ചി ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ആളുടെ പെൻഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ഞായറാഴ്ച ഇന്ന് പോയിട്ട് നാളെ വൈകിട്ട് ഉച്ചതിരിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏഞ്ചലും ഡയോണും പോയിട്ട് അവിടെ തൊട്ടടുത്തുനിന്ന് ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇന്ന് സൽക്കാരയിലത്തെ ഫ്രൈഡ് റൈസും ഇതായിരുന്നു. അപ്പോൾ ഡോണിനെ നിങ്ങൾ ആദ്യമായിട്ടും ഡോണിൻ്റെ ഇങ്ങനത്തെ ഒരു ഫേസ് കാണുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ട് ഡിവൈൻ ഞെട്ടിട്ടിരിക്കണേ. കാരണം ഇതായിരുന്നു നമ്മളുടെ പഴയ ഡോൺ. അതായത് 7 വർഷം മുമ്പുള്ള ഡോൺ ഇങ്ങനെയായിരുന്നു. അതായത് ഇപ്പോൾ 5 പേരും കൂടിയപ്പോൾ ഡോൺ പഴയ ഇതിലേക്ക് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഡിംപിൾ റോസേച്ചിയോടൊക്കെ പറയായിരുന്നു, ഇന്നാണ് റോസേച്ചി നമ്മുടെ പഴയ ഡോൺ ചേട്ടനെ നമ്മൾ കാണുന്നത്. ഡോൺ ചേട്ടൻ അധികം മിണ്ടില്ല, ഭയങ്കര ഗൗരവത്തിലുള്ള ആളാണിപ്പോൾ. പണ്ടത്തെ ഡോൺ ചേട്ടനത് ഇന്നാണ് കണ്ടതെന്ന്. അപ്പോൾ ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ റോസിയും ഡോണും കൂടി കൂടുമ്പോൾ വേറൊരു വൈബാണ്. പക്ഷേ ഡോൺ ഞാൻ പറഞ്ഞില്ലേ കുറേ ഭയങ്കരമായിട്ട് മാറി. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ആ പഴയ ഡോണിനെ തിരിച്ച് കിട്ടിയിട്ടോ. ഫോട്ടോസും കാര്യങ്ങളിലൊക്കെ നോക്കിയറിയാം. കാരണം എല്ലാവരും കൂടിയപ്പോൾ അവനും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് എന്നൊരു തോന്നലാണ്. അങ്ങനെ 3 ഞങ്ങളുടെ മരുമക്കൾ. അപ്പോൾ ചേട്ടൻ കൈ സ്ലിങ് ഇട്ടിട്ടുള്ളത് സംഭവം വേറെ ഒന്നുമല്ല, ഒരു ചെറിയ വണ്ടി ഒന്ന് മറിഞ്ഞതാണ്. അപ്പോൾ അത് ഒന്ന് കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മേൻ്റെ അടുത്തേക്ക് വരും. അമ്മാമ്മയ്ക്ക് ഓരോന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ രസം അതല്ല, അന്ന അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ വന്ന് പോയിട്ട് അധികമായിട്ടില്ല. അവൾ കൊണ്ടുവന്ന നട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെതാ കഴിഞ്ഞു എന്നും പറയാൻ പറ്റില്ല, കഴിയണുള്ളൂ. അപ്പോഴേക്കും അവൾ വീണ്ടും വന്നപ്പോൾ അന്ന വന്നപ്പോൾ കുറേ കുട്ടികൾക്കുള്ള കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ വർത്താനത്തിലത് മറന്നു. പക്ഷെ പിള്ളേർ സാരാ മക്കൾ അവർ പതുക്കെ കയറിപ്പോയി അവർക്ക് കൊണ്ടുവന്ന കവർ അവർ തന്നെ പൊട്ടിച്ച് അവരുടെ സാധനങ്ങൾ വീതിച്ചെടുത്തു. അപ്പം ഞങ്ങളൊക്കെ പറയായിരുന്നു പിള്ളേരുകൾ വരുമ്പോൾ. അപ്പോൾ റോസേനെ നോക്കിയാൽ നിങ്ങൾ റോസയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനത്തെ കാര്യങ്ങളിട്ടാൽ മുടി കളർ ചെയ്യുക, ഇങ്ങനെ ഇത് വെക്കുക, പിന്നെ എന്തുട്ടാണ് വലിയ കമ്മലുകൾ, വലിയ ഓർണമെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആൻസൺ കണ്ടിട്ട്, കാരണം ആൻസൺ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല റോസേനെ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ പിള്ളേർസിനെ അറിയാം റോസ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഓരോ വിശേഷം. അപ്പോൾ ആൻസറോട് അടുത്ത ആഴ്ച നീ വന്നാൽ നിനക്ക് ഇതിൽ വലിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ എന്താ പറയുക, എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ നാളുകളായിട്ട് നഷ്ടപ്പെട്ട കുറേ സന്തോഷവും കുറേ ബന്ധങ്ങളും തിരിച്ച് കിട്ടിയ ഒരു സന്തോഷത്തിലായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അങ്ങനെ റോസയും ഡോണും. അപ്പോൾ ഇവർക്ക് 2 പേർക്കാണ് ശരിക്കും ഈ 5 പേരിൽ കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. റോസയ്ക്കും അതെ, ഡോണിനും അതെ. കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അന്നയും ഡയോണും ഡിംപിളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെ ഇഷ്ടമാണ്. പക്ഷേ എന്താ പറയുക, ഒരു പരിധി വരെ അവരോട് ഇങ്ങനെ കാണിക്കുള്ളൂ. ഇവർ നല്ലോണം കൊഞ്ചിക്കും രണ്ടാളും കേട്ടോ. അങ്ങനെ ഓരോരുത്തർ പിരിഞ്ഞ് പോവുകയാണ്. കാരണം ആൻസൺ ഇന്ന് മടങ്ങണം, ബാംഗ്ലൂർക്ക് പോവും. പിന്നെ റോസയ്ക്ക് എറണാകുളത്തേക്ക് പോകണം. അപ്പോൾ ഇത് നമ്മുടെ ബെന്നുട്ടൻ്റെ പണിയാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവനും ഈ പറഞ്ഞ പോലെ എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്ന് അവർക്കും ഒരു ഫംഗ്ഷൻ ഉണ്ട്, ലയൺസ് ക്ലബ്ബിലാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക. അവർക്കൊരു ബാപ്റ്റിസം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ലയൺസ് ക്ലബ്ബിലാണ്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഡിംപിളൊക്കെ ആദ്യം ഇറങ്ങി, അത് കഴിഞ്ഞ് ഇവരും ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഡിവൈൻ്റെ ഫോട്ടോസ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, കാരണം എല്ലാത്തിലും ഏഞ്ചലുണ്ടായിരുന്നു. കാരണം ഏഞ്ചലും ഡിവൈനും ആണല്ലോ നമ്മുടെ വീട്ടിലെ മരുമക്കൾ. അപ്പോൾ മരുമക്കളുടെ ഫോട്ടോസ് ഇവരുടെ ഫോട്ടോസ് ഒന്നിച്ച് എല്ലാതും ഇങ്ങനെ എടുത്ത് ഫാമിലി ഫോട്ടോസൊക്കെ വന്നപ്പോൾ ഏഞ്ചൽ അതിൽ പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കാണിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളത് ചെയ്യേണ്ടത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊക്കെ മാറ്റിയത്. പിന്നെ നിങ്ങൾക്ക് ഡിവൈനെ അറിയാമല്ലോ, ഡിവൈനെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഡിവൈനായിട്ടുള്ള ഫോട്ടോസായിട്ട് ഞാൻ വേഗം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതാ ഇവൻ ഡ്രസ്സൊക്കെ മാറി മിടുക്കനായി. അപ്പം ഞങ്ങൾക്ക് ഇന്ന് പോൾ സേട്ടൻ്റെ വകയായിരുന്നു ചായ. സൂപ്പർ ചായ, ഞാൻ പറയായിരുന്നു അസലായിട്ടുണ്ടായിരുന്നു ചായ എന്ന് കേട്ടോ. അങ്ങനെ ആദ്യം ഇവർ അപ്പോൾ റോസയും അന്നയും 2 വീലറിൽ പോയി. ബാക്കിയുള്ളവരൊക്കെ ഒന്നിച്ച് ഡയോണിൻ്റെ കൂടെ പോകണം. ഡയോണിന് എന്തായാലും ഫംഗ്ഷന് പോകണം. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ്, അന്നയുടെ ഹാരിയുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻഡ്രൂട്ടൻ നിങ്ങളെയൊക്കെ അവൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് ക്ഷണിച്ചതാണ് ഇപ്പോൾ ഈ കേട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം, എൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനാണെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ എനിക്കങ്ങനെ വോയിസ് ഇതിൻ്റെ ഇടയിൽ കൂടെ കേൾപ്പിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് എൻ്റെ വോയിസ് ഓവറിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുട്ടി എന്തായാലും നിങ്ങളോടൊക്കെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ
അവന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും അനുഗ്രഹം അവൻ്റെ കൂടെ ഉണ്ടാവണം. അതായത് 19-ാം തീയതി ശനിയാഴ്ച അവൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മളുടെ ഫാമിലി ഫോട്ടോ. വീണ്ടും ഞാൻ എന്താ പറയുക, ഒരാളോട് സോറി പറയണു, എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ല. എനിക്കങ്ങനെ ഇമോജീസ് ഇടാൻ അറിയില്ല. എന്താണ് ഏതാണെന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ തിരിച്ച് പറയില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെടുത്ത ബാക്കി കുറച്ച് ഫോട്ടോസ്. അപ്പോൾ ഞങ്ങൾ 3 പേര്, ഇവർ 5 പേര് ഇനിയുണ്ട് കേട്ടോ. സർപ്രൈസായിട്ട് 2-3 ഫോട്ടോസ് വരും. ഇത് ഇങ്ങനെ അളിയന്മാർ. ഇവിടെയാണ് അമൽ മിസ്സായത് ഞങ്ങൾക്ക് കേട്ടോ. ഇവിടെ നമുക്ക് ചാക്കോച്ചൻ ഉറങ്ങാണ്. അപ്പോൾ ചാക്കോച്ചനും മിസ്സായി. അങ്ങനെ കണ്ടമാനം ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം. പിന്നെ ARA വൈബ്സ്, എന്നോട് കുറേ പേര് റോസയുടെ ചാനലിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ARA വൈബ്സ് എന്നാണ്. അപ്പോൾ അതായത് അമൽ, റോസ, അമൻ, അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ള വൈബ്സ് എന്ന് കേട്ടോ. അപ്പോൾ ഇന്നും 2-3 പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ലിങ്ക് വഴി പറയാനായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് കുട്ടികളൊക്കെ കിടന്നുറങ്ങി. ഞങ്ങൾ 9:15 ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അതായത് നമ്മുടെ അന്നയും ഡയോണും ഏഞ്ചലും വരണവരെ ഞാൻ അക്കിക്ക് ഞങ്ങൾ 4 പേരും, അക്കിയും പോൾസേട്ടനും ഞങ്ങൾ 2 പേരും അങ്ങനെ ഇരുന്ന് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ വന്നതിന് ശേഷം ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോഴേക്കും ഇവരും എല്ലാം കഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഓൾറെഡി അന്ന കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വരണേ ഉള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത സെറ്റ് എത്തി. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഈ മാസം ഫുൾ സ്വീറ്റ്സിൻ്റെയും നട്ട്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും മാസമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എനിക്ക് സുലുവാണ് ഇങ്ങനെ സ്വീറ്റ്സും സംഭവങ്ങളും എത്തിച്ചത്. ആ കയ്യിൻ്റെ വർക്കത്താൻ തോന്നുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ മുടങ്ങാണ്ട് എപ്പോഴും. അപ്പോൾ എന്നോട് കുട്ടികൾ കളിയാക്കും, മമ്മി സുലുവിനോട് എന്നെ പറഞ്ഞു ഇതിങ്ങനെ അയക്കാനായിട്ട്. അപ്പോൾ ഇടതൂരാണ്ട്, അതായത് നിങ്ങൾക്ക് എന്നെ കണ്ടറിയോ, ഒന്ന് കഴിയുമ്പോൾ അടുത്തതായിട്ടാണ് എനിക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തമാശ പറഞ്ഞതാണ് കേട്ടോ, നമ്മൾ സന്തോഷം കൊണ്ട് പറയില്ലേ, അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞാനും ഡിമ്പിളും കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. നമ്മൾ പറയില്ല, ഒരു ദിവസം പോയാലും 10 ദിവസത്തെ വർത്താനം ഉണ്ടാവുന്നു. അപ്പോൾ ഡിമ്പിൾ പോയ വിശേഷങ്ങൾ, പോയ ഫങ്ഷൻ്റെ വിശേഷങ്ങൾ, അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാനും അക്കിയും കൂടി പറഞ്ഞ വിശേഷങ്ങൾ, നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്ന വിശേഷങ്ങൾ. അപ്പോൾ ആദ്യം ഡോണും ഡിവൈനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ടാണ് 2 പേരെയും കൊണ്ടുപോയത്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് നാളെ പറയാമെന്നുകൊണ്ട് അവരെ വിട്ടു. പിന്നെ ഞാനും ഡിമ്പിളും ഡാഡിയും കൂടിയിട്ടായി. അങ്ങനെ കുറേ ലേറ്റായി. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാവാം ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ വെച്ച് ഡിമ്പിൾ പോയി കിടന്നുറങ്ങി. ഞാൻ ആ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടാണ് ബാക്കി സംഭവങ്ങൾ. അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ 1 മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എഡിറ്റിങ്ങിന് കുറച്ചധികം സമയം ഇന്ന് എനിക്ക് വേണ്ടി വന്നു. അപ്പോൾ എന്നാലും മനസ്സിന് എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. കുറേ കാലങ്ങളായിട്ട്, ഒരു 7 വർഷമായിട്ട് ആഗ്രഹിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. അത് നടത്തി തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് കാണാം കേട്ടോ. ബൈ.